ഹായ് ഫ്രണ്ട്സ്, നല്ല പച്ച ചാള നെയ്ച്ചാള കിട്ടിയിട്ടുണ്ട്. നമുക്കത് കറി വയ്ക്കാം. അതിൻ്റെ തയ്യാറെടുപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വൈകുന്നേരങ്ങളിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ചാളക്കറിയാണ് കേട്ടോ ഇന്ന് കാണിക്കാൻ പോണത്. അപ്പോൾ എനിക്ക് ചെറുതായിട്ട് പനിയും കഫക്കെട്ടും ജലദോഷമൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ സൗണ്ടിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ചാളക്കറിയിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ചാള കട്ട് ചെയ്ത് വെച്ചു. അതിലേക്ക് തക്കാളി, സബോള, പച്ചമുളക് എന്നിവ അരിഞ്ഞു വെച്ചു കേട്ടോ. അപ്പോൾ ആദ്യം സബോളയും പച്ചമുളകും വഴറ്റി, അതിന് ശേഷം നന്നായി മൂടി വെച്ച് വഴറ്റി. അപ്പോൾ നമുക്ക് ബാക്കി വേണ്ട സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ നോക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുടപ്പൊടി അതൊക്കെ എടുത്ത് വയ്ക്കുക. അതിനുശേഷം തക്കാളി ഇട്ടിട്ട് മൂടി വെച്ച് വേവിച്ചു. അതിന് ശേഷം എല്ലാ മസാലകളും ഇട്ടു. എന്നിട്ട് ഇളക്കി അത് ജസ്റ്റ് ഒന്നൊരു ചൂടായി വരും. അതിൻ്റെ ഒരു പൊടി മണം പോയി ഒന്ന് വരുമ്പോൾ കുടപ്പുളി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച കുടപ്പുളി 2-3 അല്ലി കുടപ്പുളി നമ്മൾ അതിലേക്ക് ആഡ് ചെയ്തു. അതിനോട് കുറച്ച് ഉപ്പ് ഇട്ടു കേട്ടോ. അതിട്ടിട്ട് ഒരു തുള്ളി കൂടി വെള്ളം ഒഴിച്ച് നമ്മൾ തിളപ്പിക്കാൻ വെച്ചു. തിളച്ച് വരുന്നതോട് കൂടി നന്നാക്കി വെച്ചിരിക്കുന്ന നല്ല നെയ്ച്ചാളയായിരുന്നു, നെയ്ച്ചാള അതിലേക്ക് ഇട്ടു. അതിനുശേഷം മൂടി വെച്ച് വേവിച്ചു. അത്രയും ഞാൻ ചെയ്തിട്ടുള്ളൂ. അങ്ങനെ നല്ല അടിപൊളി ചാളക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കപ്പയുടെ കൂടി ചോറിൻ്റെ കൂടി ഒക്കെ കഴിക്കാം. നല്ല ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഞാൻ ശരിക്കും മറന്നു പോവാണ് പറയേണ്ട ഡയലോഗുകളൊക്കെ. പിന്നെ നമ്മൾ അതിന് ശേഷം കുറച്ച് മീൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ മീൻ നമ്മൾ വരിഞ്ഞ് വറുക്കാനായിട്ട് മുളകും മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി മസാല ഉണ്ടാക്കി പരട്ടി നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെച്ചു കേട്ടോ. നാളേക്കാണ് അത് വറക്കുള്ളൂ. അപ്പോൾ കറി റെഡിയായി. നല്ല ടേസ്റ്റായിരുന്നു, നല്ല സ്മെല്ലുണ്ട്. നമ്മൾ വേറെ കുറേ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാം. കണ്ടെങ്കിൽ നെയ്യ് തെളിഞ്ഞ് വരുന്നതാണ് പാകം. അപ്പോൾ അതോടുകൂടി മീനും വെന്തിട്ടുണ്ടാകും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, കമൻറ്റ് ചെയ്യൂ.